ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കൂടെ തന്നെ ക്യാപിറ്റലൈസേഷൻ്റെ കുറച്ച് ഭാഗവും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാപിറ്റലൈസേഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ സിലബസിലില്ല, പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് റിലേറ്റ് ചെയ്തതുകൊണ്ട് ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഫാക്ടേഴ്സ്, പിക്കിംഗ് ഓർഡർ, വാട്ടേഡ് സ്റ്റോക്ക്, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ ഹെഡിങ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കാം. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളുമാണ് ഉള്ളത് സിലബസ് ബേസിൽ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ എല്ലാവരും കാണണം. കൂടാതെ PDF നോട്ടും വായിച്ച് നോക്കുക. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം PDF നോട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ, വീഡിയോ കണ്ടതിൻ്റെ ഒരു ഇതും അതൊക്കെ കൂടി കിട്ടുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പതിയാൻ വേണ്ടി അത് സഹായിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഫുള്ളായി കാണുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ദ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് ആർ യൂസ് ടു മീറ്റ് ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോങ് ടേം ഫണ്ട്സ് യൂസ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കോമ്പിനേഷൻ ഇൻ വിച്ച് ലോങ് ടേം ക്യാപിറ്റൽ ഓഫ് എ ഫേം ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഒരു ഫേം യൂസ് ചെയ്യുന്ന ലോങ് ടേം ക്യാപിറ്റലിൻ്റെ കോമ്പിനേഷനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റലിൻ്റെ The ratio between debt and equity in the total capitalization is called capital gearing. അങ്ങനെയാണ് ഈ ക്യാപിറ്റൽ ഗിയറിംഗ് എന്താണ്? The ratio between debt and equity in the total capitalization. ടോട്ടൽ ക്യാപിറ്റലൈസേഷനിൽ ഡെറ്റ് എത്രയാണ്, ഇക്വിറ്റി എത്രയാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. Which is an important aspect in capital structure planning. Gearing is said to be high when equity capital is proportionately less than debt. അത് ഓർത്ത് വയ്ക്കണം. ഗിയറിംഗ് എപ്പോഴാണ് ഹൈ ആണെന്ന് പറയുന്നത്? ഇക്വിറ്റി ക്യാപിറ്റൽ ഡെറ്റിനേക്കാളും പ്രൊപ്പോർഷനേറ്റ്ലി കുറവായിരിക്കുമ്പോൾ ഗിയറിംഗ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്, ഗിയറിംഗ് ഈസ് ലോ വെൻ ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് പ്രൊപ്പോർഷനേറ്റ്ലി മോർ ദാൻ ബോറോഡ് ഫണ്ട്. ബോറോഡ് ഫണ്ടിനേക്കാളും കൂടുതലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എങ്കിൽ ക്യാപിറ്റൽ ഗിയറിംഗ് കുറച്ചായിരിക്കും. അപ്പോൾ അത് മാറിപ്പോരുത് കേട്ടോ. ഗിയറിംഗ് ഹൈ എന്ന് പറയുമ്പോൾ അവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ ലോ ആയിരിക്കും, ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ. ദെൻ എന്താണ് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ അങ്ങനെയാണെങ്കിൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? ലോങ് ടേം ഉള്ള, അതായത് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ദാറ്റ് മേക്സ് അപ്പ് ക്യാപിറ്റലൈസേഷൻ, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത് ഏതാണ്? ലോങ് ടേം ആണ്. പിന്നെ ഇതിൽ വേറൊരു വ്യത്യാസം, ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന വേരിയസ് ലോങ് ടേം റിസോഴ്സസ് ഏതൊക്കെയാണ്? ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ, അല്ലെങ്കിൽ ഷെയർ ഇക്വിറ്റി, അതൊക്കെയാണ് വേരിയസ് ലോങ് ടേം ഫോംസ് ഓഫ് ഫിനാൻസിങ്. അതിൻ്റെ റിലേഷൻഷിപ്പിനെ റെഫർ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഷോർട്ട് ആസ് വെൽ ആസ് ലോങ് ടേം. ഷോർട്ട് ടൈം ആവാം, ലോങ് ടൈം ആവാം. എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസിനെയുമാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അതിൽ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നതെന്ന് നോക്കിയാൽ മതി. എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ. The term capital structure refer to the relationship between the various long-term forms of financing such as debenture, preference share capital and equity share capital. Debenture, preference share capital, equity share capital അങ്ങനെയുള്ള ലോങ് ടേം ഫോംസിലുള്ള ഫിനാൻസിൻ്റെ ലോങ് ടേം ഫോംസിലുള്ള
വേരിയസ് ഫിനാൻസിങ് സോഴ്സസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ the use of long term fixed interest bearing debt and preference share capital along with equity share is called financial leverage or trading on equity. എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്? ഡെറ്റ് ഉണ്ട്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ഏതിൻ്റെ കൂടെ? ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡെറ്റും അതോടൊപ്പം തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റിയുടെ കൂടെ ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെറ്റും പ്രിഫറൻസ് ഷെയറും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയും. It is true that capital structure cannot affect the total earnings of a firm, but it can affect the share of earnings available for equity shareholders. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫേമിൻ്റെ ഏണിങ്സിനെ ബാധിക്കുന്നില്ല, പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ആണെന്ന് ആലോചിക്കുക കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ലോങ് ടേം ഫോംസ് ഓഫ് ഫിനാൻസിങ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ആണ്, അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്? ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നുള്ളത് നമ്മുടെ എം.കോം ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ്. Financial break-even point may be defined as that level of EBIT which is just equal to pay the total financial charges. Total financial charges ആയ ഇൻട്രസ്റ്റ്, പ്രിഫറൻസ്, ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഈക്വൽ ടു EBIT ആണ് ഇത് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ടു ഏത്? ലെവൽ ഓഫ് EBIT which is just equal to pay the financial charges. ഫിനാൻഷ്യൽ ചാർജസ് കൊടുക്കാനുള്ള, പേ ചെയ്യാനുള്ള അത്രയും എന്തുണ്ട്? EBIT ഉണ്ട്. അതാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈക്വൽ ആയിരിക്കും EBIT ഈക്വൽ ടു ടോട്ടൽ ഫിനാൻഷ്യൽ ചാർജസ്. ഇനി ഇവിടെ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. At this point or level of earnings before interest and tax, the earnings per share equal 0. EPS എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, then it is the critical point in planning the capital structure of the firm. If earning before interest and tax is less than the break even point, ആണെങ്കിൽ the EPS shall be negative. അപ്പോൾ EPS നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? EBIT ലെസ് ദാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആകുമ്പോൾ EPS നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഹെൻസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെറ്റ് ഓർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഷുഡ് ബി റിഡ്യൂസ്ഡ് ഇൻ ദ ക്യാപിറ്റലൈസേഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെറ്റും പ്രിഫറൻസ് ഷെയർ, അതായത് ഫിക്സഡ് ആയിട്ട് നമ്മൾ കൊടുക്കണം, ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഒക്കെ കുറയ്ക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ഏത് ലെവലിലാണോ EBIT ടോട്ടൽ ഫിനാൻഷ്യൽ ചാർജസിന് ഈക്വൽ ആയിട്ട് വരുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് EBIT ഈസ് ലെസ് ദാൻ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണെങ്കിൽ EPS എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഡെറ്റും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കുറയ്ക്കണം. However, in case the level of EBIT exceed the financial break-even point, more of such fixed cost fund may be inducted in the capital structure. ഇനി EBIT ആണ് കൂടുതലെങ്കിൽ, ഫിനാൻഷ്യൽ ബ്രേക്ക്-ഇവൻ പോയിന്റിനേക്കാളും കൂടുതലാണ് EBIT എങ്കിൽ നമുക്ക് എന്ത് എംപ്ലോയ് ചെയ്യാം? ഈ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് ഒക്കെ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എംപ്ലോയ് ചെയ്യാവുന്നതാണ്. The financial break-even point can be calculated as below. എപ്പോഴൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വെൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡെറ്റ് ഓൺലി, നോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയറും ഡെറ്റും ഉണ്ട്, പക്ഷേ പ്രിഫറൻസ് ഷെയർ ഇല്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ് വരും. ഇനി രണ്ടാമത്തെ എന്താണ്? വെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ആൻഡ് ഡെറ്റ്, മൂന്നും ഉണ്ടെങ്കിൽ, ഇക്വിറ്റിയും പ്രിഫറൻസും ഡെറ്റും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ 1 + DP ഡിവൈഡഡ് ബൈ 1 - T ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഏർണിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വലൻസി പോയിന്റ് എന്നൊക്കെ അറിയപ്പെടും. എന്താണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്? ഓക്കെ, ദ EPS ഏർണിംഗ് പെർ ഷെയർ
Equivalency point or point of indifference refers to that EBIT earning before interest and tax level at which EPS remain the same irrespective of different alternative of debt equity mix. Debt equity mix ഏത് തന്നെ ആയാലും EPS സെയിം ആയിട്ട് നിൽക്കുന്ന അതിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. At this level of EBIT, the rate of return on capital employed is equal to the cost of debt, and this is also known as break-even level of EBIT for alternative financial plans. Okay. ഇതും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എബിറ്റ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് EPS ഡെറ്റും ഇക്വിറ്റി മിക്സ് എന്ത് തന്നെയായാലും ഡെറ്റ് ഇക്വിറ്റി മിക്സ് എന്ത് തന്നെയായാലും EPS സെയിം ആവുന്ന ആ ലെവൽ. ഓക്കെ, അതാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഒപ്റ്റിമം അല്ലെങ്കിൽ ഒപ്റ്റിമൽ എന്നും കാണാറുണ്ട് കേട്ടോ. എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ? The best combination of debt and equity which would maximize the wealth of the firm is called optimum capital structure. നമ്മുടെ ഫേമിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ്? ഡെറ്റും ഇക്വിറ്റിയുടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണ്? അതിനെയാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റെഫേഴ്സ് ടു ദ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോങ് ടേം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റിയുടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഒരു ഫേമിൻ്റെ വെൽത്ത് ഏറ്റവും കൂട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. In other words, optimum capital structure is that combination of debt and equity which maximizes the market value of firm and minimizes the overall cost of capital. Overall cost of capital കുറയ്ക്കുകയും മാർക്കറ്റ് വാല്യൂ ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇനി നമുക്ക് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ തിയറീസ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ക്യാപിറ്റൽ കോമ്പോസിഷനിൽ ഏതൊക്കെ പാറ്റേൺസ് വരാം എന്നൊന്ന് നോക്കാം. ഇത് ഇക്വിറ്റി ഷെയർസ് മാത്രം വരാം, പിന്നെയോ ഇക്വിറ്റി പ്രിഫറൻസും വരാം, ഇക്വിറ്റി ഡിബഞ്ചർ പ്രിഫറൻസ് വരാം അല്ലേ. ഇക്വിറ്റി ഷെയർസ് ഇവിടെ ഷെയർസ് ഇല്ല, ഇക്വിറ്റിയും ഡിബഞ്ചേഴ്സും വരാം, പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ഇക്വിറ്റി പ്രിഫറൻസും ഡിബഞ്ചേഴ്സും വരാം. ഇങ്ങനെ 4 ടൈപ്പ് നമുക്ക് കോമ്പോസിഷൻ വരാം. ഇനി ഏതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്? ഒന്നാമത്തേത് നെറ്റ് ഇൻകം തിയറി, പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ട്രഡീഷണൽ തിയറി ആൻഡ് തിയറി എന്നറിയപ്പെടുന്ന മോഡ്ഗിലിയാനി മില്ലർ തിയറി. നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ തിയറി. ആദ്യം എന്താണ് നെറ്റ് ഇൻകം തിയറി എന്ന് നോക്കാം. നെറ്റ് ഇൻകം തിയറീനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് KE തിയറി. ഫിക്സഡ് KE കേട്ടോ, KE. ഇവിടെ ഇതാദ്യം ഇത് ആരുടെയാണെന്ന് ആദ്യം നോക്കാം. ഇറ്റ് വാസ് ഡേവിഡ് ഡുറാൻഡ് ഹൂ പുട്ട് ഫോർവേഡ് ദ നെറ്റ് ഇൻകം തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ നെറ്റ് ഇൻകം തിയറി ആരുടെയാണ്? ഡേവിഡ് ഡുറാൻഡിൻ്റേതാണ്. ഓക്കെ, ഡേവിഡ് ഡുറാൻഡിൻ്റേതാണ്. According to this theory, ഇതില്ല, ഇത്ര ഇല്ല കേട്ടോ. ഇനി അക്കോർഡിംഗ് ടു ദിസ് തിയറി മുതലേ നമുക്ക് പഠിക്കാനുള്ളൂ. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഇൻകം തിയറിയെ ഫിക്സഡ് KE തിയറി എന്നും അറിയപ്പെടും. ഫിക്സഡ് KE തിയറി എന്നും അറിയപ്പെടും നെറ്റ് ഇൻകം. ഇറ്റ് വാസ് ഡേവിഡ് ഡുറാൻഡ് ഹൂ പുട്ട് ഫോർവേഡ് ദ നെറ്റ് ഇൻകം തിയറി. അപ്പോൾ ആരാണ് നെറ്റ് ഇൻകം തിയറി കണ്ടുപിടിച്ചത്? ഡേവിഡ് ഡുറാൻഡ് ആണ്. ദെൻ according to this theory, a company can increase its value by increasing the volume of debt in the capital composition. ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നെറ്റ് ഇൻകം തിയറി അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് അവരുടെ വാല്യൂ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ബൈ ഇൻക്രീസിങ് ദ വോളിയം ഓഫ് ഡെറ്റ് ഇൻ ക്യാപിറ്റൽ കോമ്പോസിഷൻ. അവരുടെ ക്യാപിറ്റൽ കോമ്പോസിഷനിലുള്ള ഡെറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്നത് ഡേവിഡ് ഡുറാൻഡിൻ്റേതാണ് പഠിച്ചു. പിന്നെ നെറ്റ് ഇൻകം തിയറിനെ ഫിക്സഡ് KE തിയറി എന്നും അറിയപ്പെടുന്നു. പിന്നെ എന്താ പറയുന്നത്? ക്യാപിറ്റൽ കോമ്പോസിഷൻ. ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ക്യാപിറ്റൽ കോമ്പോസിഷനിൽ നമുക്ക്
വോളിയം ഓഫ് ഡെറ്റ് കുറേ കൂട്ടിയാൽ മതി, ഇൻക്രീസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത്, the theory also says that the overall cost of capital of firm gets reduced in proportion to the volume of debt capital used or increased. തിയറിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്? വേറൊരു കാര്യം പറയുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഗെറ്റ് റിഡ്യൂസ്ഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ വോളിയം ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും, പ്രൊപ്പോർഷനായിട്ട് റിഡ്യൂസ് ചെയ്യും. ദിസ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഓഫ് ദ ഫേം. To put it differently, when the degree of financial leverage is increased, financial leverage refers to the quantum of debt in capital structure and the overall capital will decrease. എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇവിടെ വാല്യൂ എന്നാട്ടോ, വാല്യൂ ഓഫ് ദ ഫേം വിൽ ഇൻക്രീസ്. അപ്പോൾ വാല്യൂ എന്ത് ചെയ്യുന്നു? ഫേമിൻ്റെ വാല്യൂവും കൂടുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം, നെറ്റ് ഇൻകം തിയറി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, ഇനി വെൻ ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഡിക്രീസ്, that is debt capital is reduced, the overall cost of capital will increase. മറ്റേൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫിനാൻഷ്യൽ ലെവറേജ് ഡിക്രീസ് ആവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്താൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വിച്ച് വിൽ ഡിക്രീസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ആസ് വെൽ ആസ് വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ അവിടെ ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. Therefore, the theory argues that increase in debt volume is the best method to increase the market value. തിയറിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ തിയറിയിൽ ഏറ്റവും പറയുന്നത് മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഡെറ്റ് വോളിയം കൂട്ടിയാൽ മതി, കമ്പനിയുടെ ഡെറ്റ് വോളിയം കൂട്ടിയാൽ മതി എന്നാണ് നെറ്റ് ഇൻകം തിയറിയിൽ പറയുന്നത്. The net income available to the equity shareholders is taken as the base for determining the optimum capital structure of a firm under this theory. The net income approach states that with the cost of debt and cost of equity remaining constant, രണ്ടും കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ more use of debt will increase the earnings of the shareholders and the market value of shares. ഡെറ്റ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ കൂടുമെന്നാണ് പറയുന്നത്. ഇനി നെറ്റ് ഇൻകം തിയറിയിൽ ഉള്ള അസംഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തേത്, ദ കോസ്റ്റ് ഓഫ് കെ ഡി ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് കെ ഇ. അസംഷൻസ് ആണിത്. കോസ്റ്റ് ഓഫ് കെ ഡി, അതായത് ഡെറ്റ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. പിന്നെയോ, introduction of more debt in the capital structure of the company will not affect the risk perception of the investors. risk perception affect ചെയ്യില്ല. Okay, in other words, the confidence level of shareholder remain the same irrespective of the volume of debt infused. ഡെറ്റിൻ്റെ വോളിയം കൂട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺഫിഡൻസ് ലെവലിനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ മൂന്നാമത്തെ അസംഷനാണ് ദർ ഈസ് നോ ടാക്സ്, ടാക്സ് ഇല്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്നത് തിയറീസ് എല്ലാം, ക്യാപിറ്റൽ സ്ട്രക്ചറിലെ തിയറീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയായിരുന്നു? നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ ആൻഡ് മോഡ്ഗില്യാനി മില്ലർ അല്ലെങ്കിൽ MM തിയറി. നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്നത് KE തിയറി എന്നും അറിയപ്പെടും. അതാരാണ് ഫൗണ്ട് ചെയ്തത്? ഡേവിഡ് ഡുറൻ്റ് ആണ്. ഡേവിഡ് ഡുറൻ്റ് ആണ് ഇത് മുന്നോട്ട് വെച്ചത്. ഇവിടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡെറ്റിൻ്റെ വോളിയം കൂട്ടുക, ഇൻക്രീസ് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, a company can increase its value by increasing the volume of debt in the capital composition. A company can increase its value by increasing the volume of debt. ഡെറ്റിൻ്റെ വോളിയം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 3 അസംഷൻസ് ആണ് പറയുന്നത്. പിന്നെ വേറെ പറഞ്ഞത് എന്തായിരുന്നു? ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ കാര്യം. വെൻ ദ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഇൻക്രീസ്ഡ്, ഫിനാൻഷ്യൽ ലിവറേജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. ദ ഫേം വിൽ ഇൻക്രീസ്, വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂ എന്നുള്ളത് ഉണ്ട് കേട്ടോ, എല്ലാവരും ഓർക്കണേ, വാല്യൂ എന്നുണ്ട്. അപ്പോൾ എന്താ? ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസ് ചെയ്താൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, അപ്പോൾ ഫേമിൻ്റെ വാല്യൂ കൂടും. നേരെ ഓപ്പോസിറ്റ് പിന്നെയുള്ളത്, ഫിനാൻഷ്യൽ ലിവറേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, അപ്പോൾ മാർക്കറ്റ് വാല്യൂവിൽ ഡിക്രീസ് വരും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് ഫേം അണ്ടർ നെറ്റ് ഇൻകം അപ്രോച്ച്.
the value of the firm is equal to the sum of the market value of equity and market value of debt. അപ്പോൾ വാല്യൂ ഈക്വൽ ടു ഇ പ്ലസ് ഡി എന്ന് പറയുന്നത് ഇക്വിറ്റി പ്ലസ് ഡെറ്റ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, വാല്യൂ ഈക്വൽ ടു ഇ പ്ലസ് ഡി. ദെൻ വാല്യൂ ഓഫ് ഇക്വിറ്റി കാണുന്നത് എങ്ങനെയാണ്? എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ കെ ഇ. എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ കെ ഇ. എബിറ്റ് എന്ന് പറയുന്നത് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. കെ ഇ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അതിനെ നമ്മൾ അല്ലെങ്കിൽ എന്ത് പറയും? എൻ ഐ ബൈ കെ ഇ എന്ന് പറയും. എൻ ഐ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം. ഓക്കെ, അപ്പം വി ഈക്വൽ ടു ഇ പ്ലസ് ഡി. പിന്നെ വാല്യൂ ഓഫ് ഇക്വിറ്റി ഇ കാണാൻ വേണ്ടി എബിറ്റ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ കെ ഇ അല്ലെങ്കിൽ എൻ ഐ ബൈ കെ ഇ എന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ ഒ എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ എന്ത് ചെയ്യാം? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ വി ഓർ എബിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് നെറ്റ് ഇൻകം തിയറി അല്ലെങ്കിൽ ഫിക്സഡ് കെ ഇ തിയറിയാണ്. ഇതാണ് ഒന്നാമത്തെ തിയറി. ഇനി രണ്ടാമത്തെ തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് കെ ഒ തിയറി. ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ കെ ഒ, ഓപ്പറേറ്റിംഗ് ഒ അങ്ങനെ ഓർക്കുക കേട്ടോ. അപ്പോൾ മറ്റേത് എന്തായിരുന്നു? കെ ഇ തിയറി ആയിരുന്നു. ഇത് കെ ഒ തിയറിയാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം കെ ഒ തിയറി. ഇതിൽ ആരാണിത്? മറ്റത് ഏതായിരുന്നു? കെ ഇ തിയറിയുടെ ഫൗണ്ടർ ഡേവിഡ് ഡുറൻ്റ് ആണ്. ഇതാരുടേതാണ്? ഇത് ഡേവിഡ് ഡുറൻ്റിൻ്റേതാണ്. ഡേവിഡ് ഡുറൻ്റ് who propounded the net income theory put forward an opposite view in the form of another theory called the net income theory, net operating income theory. അപ്പോൾ നെറ്റ് ഇൻകം തിയറിയിൽ ഡേവിഡ് ഡ്യൂറൻ്റ് ഒരു കാര്യം പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് വ്യൂ ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. According to net operating income theory, value of the firm is not related to its capital structure. Net income theoryയിൽ അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റൽ കോമ്പോസിഷനിൽ ഡെറ്റ് കൂടി കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം കൂടും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നു വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ടും ഒരു റിലേഷൻ ഇല്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. The theory says that change in leverage will not make any change in the total value of the firm. Change in leverage will not make any change in the value of the firm. The market value of share as well as cost of capital are independent factors and not related to the degree of debt in capital structure. According to net operating income approach, overall capitalization rate or value of the firm depends on the business risk. എന്തായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് business risk and hence capital structure or its composition is irrelevant. അപ്പോൾ മാറിപ്പോവരുത്. നെറ്റ് ഇൻകം തിയറി അഥവാ കെ ഇ തിയറിയിൽ അദ്ദേഹം പറഞ്ഞത് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡെറ്റിൻ്റെ വാല്യൂവിനെ അല്ലെങ്കിൽ ഡെറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ ഈ ഡേവിഡ് ഡുറൻ്റ് പറയുന്നത് എന്താ? വാല്യൂ ക്യാപിറ്റൽ സ്ട്രക്ചറായിട്ട് റിലേറ്റഡ് അല്ല. വാല്യൂ ഈസ് നോട്ട് റിലേറ്റഡ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ. പിന്നെ അത് എന്തായിട്ടാണ് റിലേറ്റഡ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിനെയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെ വേറെ പേരാണ് ഫിക്സഡ് കെ ഒ തിയറി എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വാല്യൂ കാണാനുള്ള ഫോർമുല നോക്കിയേ. വാല്യൂ ഓഫ് ദ ഫേം ഈക്വൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കെ ഒ എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് നമുക്കിവിടെ വാല്യൂ ഓഫ് ഇക്വിറ്റി എങ്ങനെയാണെന്ന് നോക്കിയേ. വാല്യൂ ഓഫ് ഇക്വിറ്റി ഈക്വൽ വി മൈനസ് ഡി. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം ആണ്. ഡി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നേരെ വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് എൻ ഐ ബൈ ഇ, എൻ ഐ ബൈ വി മൈനസ് ഡി അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അസംഷൻസ് ആണ് പറയാൻ പോകുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എൻ ഒ ഐ തിയറി അല്ലെങ്കിൽ കെ ഒ തിയറി ആയി ബന്ധപ്പെട്ടിട്ടുള്ള അസംഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്
ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ഡെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡെറ്റിൻ്റെ ഇതൊന്ന് നോക്കില്ല, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. വാല്യൂ ഓഫ് ദ ഫേം ഈസ് ബേസ്ഡ് ഓൺ NOI. വാല്യൂ ഓഫ് ദ ഫേം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NOIയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാല്യൂ ഈക്വൽ ടു NOI/KO എന്നാണ് കണ്ടുപിടിക്കുന്നത്. KO എന്ന് വെച്ചാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ ദർ ഈസ് നോ ടാക്സ്. ഇവിടെയും ടാക്സ് ഇല്ല. പിന്നെയോ കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലോവർ ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ use of more amount of debt increases the risk of shareholders. As a result, the cost of equity or equity capitalization raise increases. Consequently, the advantage of using debt capital gets neutralized by the increase in the cost of equity. Hence, the value of the firm remains same. എന്തുകൊണ്ടാണ് ഇവിടെ ഡെറ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടും അല്ലേ? ഡെറ്റ് ആകുമ്പോൾ അതിൻ്റേതായ ഫിക്സഡ് ആയിട്ട് ഓരോന്ന് കൊടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടും. അങ്ങനെ വരുമ്പോൾ അവസാനം എന്ത് ചെയ്യും? ഈ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ പറയുന്നത്. അപ്പോൾ രണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ട്രഡീഷണൽ തിയറിയാണ്. മൂന്നാമത്തെ തിയറിയാണ് ട്രഡീഷണൽ തിയറി. അപ്പോൾ രണ്ടും ആദ്യം പഠിച്ച രണ്ടും ആരുടേതാണ്? ഡേവിഡ് ഡുറൻറ്റിൻ്റേതാണ്. ഡേവിഡ് ഡുറൻറ്റ്. ഇനി ട്രഡീഷണൽ തിയറി ആരുടേതാണ്? സോളമൻ ഇസ്ര. ട്രഡീഷണൽ തിയറി വാസ് പ്രൊപ്പോണ്ടഡ് ബൈ സോളമൻ ഇസ്രയുടേതാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. സജസ്റ്റ് ചെയ്തത് ആരാണ്? സോളമൻ ഇസ്രയാണ്. ഇനി ഇവിടെ എന്താ പറയുന്നത്? ദിസ് തിയറി ഈസ് ഇൻ ഫാക്ട് ഈസ് എ കോമ്പോസിഷൻ ഓഫ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും കോമ്പിനേഷനാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച് പഠിച്ചു, പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പഠിച്ചു. അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് മൂന്നാമത്തെ തിയറിയായ ട്രഡീഷണൽ തിയറി. According to this theory, the impact of leverage on overall cost of capital as well as the value of the firm has to be observed at different stages. Cost of capital, overall cost of capital value എല്ലാ സ്റ്റേജസിലും എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇതാദ്യം ആ കോമ്പിനേഷൻ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇതാരാണ് സജസ്റ്റ് ചെയ്തത്? സോളമൻ ഇസ്രയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് തിയറിയാണ് MM തിയറി അഥവാ മോർഗിലാനി മില്ലർ അപ്രോച്ച്. MM തിയറി. MM തിയറി എന്ന് പറയുന്നത് ആരൊക്കെയാണ് അതിലുള്ളത്? അതിൽ തന്നെ പേരുണ്ട്. അപ്പോൾ ഫ്രാങ്കോ മോർഗിലാനിയും മെർട്ടൺ H മില്ലർ ഫ്രാങ്കോ അവർ രണ്ടുപേരും നോബൽ പ്രൈസ് ലിറ്ററേറ്റ് ആണ് ഇൻ 1985 ആൻഡ് 1990 റെസ്പെക്റ്റീവ്ലി. ഫ്രാങ്കോ മോർഗിലാനിക്ക് എന്ന് കിട്ടി 1985-ലും മെർട്ടൺ H മില്ലറിന് 1990-ലുമാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. പബ്ലിഷ്ഡ് എ റിസർച്ച് ആർട്ടിക്കിൾ ഇൻ 1958 entitled The Cost of Capital, Corporation Finance and the Theory of Investment. ആർട്ടിക്കിളിൻ്റെ പേരെന്താണ്? The Cost of Capital, Corporation Finance and the Theory of Investment. In this article, they put forward a landmark theory challenging all the existing capital structure theory, which is popularly known as MM hypothesis. എന്തറിയപ്പെടുന്നു? MM hypothesis എന്നറിയപ്പെടുന്നു. They argue that, ഇനി ഇവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്തായിരുന്നു നോക്കി? They argue that two firms cannot have different market valuation due to difference in capital structure. Capital structureൽ ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിച്ച് രണ്ട് ഫേംസിൻ്റെ മാർക്കറ്റ് വാല്യുവേഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നില്ല. In other words, two similar firms can have the same market valuation even if their capital structure differs. Capital structure വ്യത്യാസമുണ്ടെങ്കിലും രണ്ട് ഫേമിനും സെയിം മാർക്കറ്റ് വാല്യുവേഷൻ ആണ് അക്കോർഡിംഗ് ടു MM തിയറി അല്ലെങ്കിൽ MM അപ്രോച്ച്. MM hypothesis is identical with the net operating income approach if taxes are ignored. ടാക്സിൻ്റെ കാര്യം നമുക്ക് പഠിക്കാം. ഇനി അതിനു മുമ്പ് അസംഷൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ബേസിക് അസംഷൻസ്? ഒന്നാമത്തേത്, there exist perfect capital market condition. എന്താണ് പെർഫെക്റ്റ് മാർക്കറ്റ് ക്യാപിറ്റൽ ആണ് വിചാരിക്കുന്നു. മാർക്കറ്റ് പെർഫെക്റ്റ് ക്യാപിറ്റൽ ആണ് വിചാരിക്കുന്നു. പിന്നെയോ
അതിൽ തന്നെ പെർഫെക്റ്റ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി അതിലെന്താണ്, ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ടു സെൽ ഓർ ബൈ സെക്യൂരിറ്റി, ദേ ക്യാൻ ബോറോ ഫണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആസ് ദ ഫേംസ് ക്യാൻ, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് വെൽ ഇൻഫോംഡ്. അപ്പോൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ ആണ് ഇവിടെ ഈ മാർക്കറ്റിൽ എന്ന് വിശ്വസിക്കുന്നത്. ഏതിൽ? MM തിയറിയിൽ. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ താഴെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫ്രീ ടു സെൽ ആൻഡ് ബൈ, പിന്നെ ബോറോ ഫണ്ട് അറ്റ് ദ സെയിം റേറ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, എല്ലാ ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് വെൽ ഇൻഫോംഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് ഹാവ് സെയിം എക്സ്പെക്ടേഷൻ അബൌട്ട് ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഓർ എബിറ്റ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം എക്സ്പെക്ടേഷൻ ആണ് എബിറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തെ പറ്റിയിട്ട്. ബിസിനസ് ഫേംസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ഹോമോജീനിയസ് റിസ്ക് ക്ലാസ്. ഫേംസ് വിത്തിൻ ആൻ ഇൻഡസ്ട്രി ആർ അസ്യൂംഡ് ടു ഹാവ് സെയിം റിസ്ക് ക്യാരക്ടറിസ്റ്റിക്. ഇപ്പോൾ ഒരേപോലെയുള്ള റിസ്ക് ക്ലാസ്സിലേക്കാണ് ഈ ബിസിനസ് ഫേമിനെ എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യുന്നത്. ദെൻ ദ ഫോർത്ത് വൺ, ദ കമ്പനി പേസ് ഔട്ട് എൻറ്റയർ പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ് ഓർ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 100%. എൻറ്റയർ അതായത് പ്രോഫിറ്റ് എന്തോരം ഉണ്ട് അത് ഫുള്ള് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു. അതും MM തിയറിയുടെ ഒരു അസംഷൻ ആണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അസംഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി MM തിയറി ആയിട്ടൊന്ന് ജസ്റ്റ് നോക്കാം. കോമിൽ നിന്നുള്ളതാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സസ് തിയറി ഓഫ് ഇർറിലവൻസ് എന്ന് പറയും. പ്ലസ് ടാക്സ് ഇല്ലാത്ത അതിനെ നമ്മൾ എന്ത് വിളിക്കും? തിയറി ഓഫ് ഇർറിലവൻസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ എന്താണ്, നമ്മൾ ടാക്സ് ഇഗ്നോർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് MM ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആയിട്ട് സാമ്യമുണ്ട്. അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സസ് തിയറി ഓഫ് ഇർറിലവൻസ്. ഇവിടെ എന്താ പറയുന്നത് നോക്കി. The theory proves that the cost of capital is not affected by changes in the capital structure for, say, that the debt equity irrelevant in the determination of the total value of a firm. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ടല്ല വാല്യൂ ഓഫ് ദ ഫേം ഇവിടെ കണക്കാക്കുന്നത്. The reason argued is that though debt is cheaper to equity, with increased use of debt as source of finance, the cost of equity increases. This increase in cost of equity offset the advantage to the low cost of debt. Thus, although the financial leverage affect the cost of equity, overall cost of capital remain constant. അങ്ങനെ വരുമ്പോൾ overall cost of capital എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആവും. The theory emphasizes the fact that a firm's operating income is a determinant of its total values. The theory further propounds that beyond a certain limit of debt, the cost of debt increases. അതൊന്നും വേണ്ട. അപ്പം ഇവിടെ നിന്ന് എന്താ മനസ്സിലായി? ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സിനെ ആണെങ്കിൽ നമ്മൾ MM അപ്രോച്ചിൽ തിയറി ഓഫ് ഇർറിലവൻസ് എന്ന് പറയും. അത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചായിട്ട് സാമ്യമുണ്ട് എന്നും ഓർത്തു വയ്ക്കുക. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള വേറൊരു കാര്യമാണ് ആർബിട്രേജ്. നമുക്ക് പഠിക്കണം. ആർബിട്രേജ് എവിടെയാണെന്ന് നോക്ക്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മോഡ്ഗിലിയാനി ആൻഡ് മില്ലർ, two identical firms in all respect except their capital structure cannot have different market value or cost of capital because of arbitrage process. അതായത് ഡിഫറെൻ്റ് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഒരേപോലെയുള്ള രണ്ട് ഐഡൻറ്റിക്കൽ ഫേംസിന് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒഴിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അത് ബിക്കോസ് ഓഫ് ആർബിട്രേജ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. In case of two identical firms except for their capital structure have different market value or cost of capital, arbitrage will take place and the investor will engage in personal leverage. അപ്പോൾ ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ അസറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി വാങ്ങും. വില കുറഞ്ഞ മാർക്കറ്റിൽ നിന്ന് അസറ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹൈ പ്രൈസായ മാർക്കറ്റിൽ കൊണ്ടത് സെല്ല് ചെയ്യുന്നു. അതിനെയാണ് ആർബിട്രേജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? പേഴ്സണൽ ലിവറേജ് എടുക്കും. ഒരേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ MM അപ്രോച്ചിൽ പറഞ്ഞില്ലേ, ടു ഐഡൻറ്റിക്കൽ ഫേം ഇൻ ഓൾ റെസ്പെക്ട് എക്സെപ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ കനോട്ട് ഹാവ് ഡിഫറെൻറ്റ് മാർക്കറ്റ് വാല്യൂ ഡിഫറെൻ്റ് ആവുകയില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ആർബിട്രേജ് പ്രോസസ്സ്. അതാണ് ഒന്നാമത്തെ കാര്യം MM അപ്രോച്ചിൽ വരുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ് തിയറി ഓഫ് ഇർറിലവൻസ്. ഇനി
വെൻ ദ കോർപ്പറേറ്റ് ടാക്സ് ആർ അസ്യൂംഡ് ടു എക്സിസ്റ്റ്, ഇനി ടാക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ വരുന്നതാണ് തിയറി ഓഫ് റെലവൻസ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തിയറി ഓഫ് റെലവൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് വരും? The value of the firm will increase or the cost of capital will decrease with the use of debt on account of deductibility of interest charges for tax purpose. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെറ്റായി ബന്ധപ്പെട്ടതുകൊണ്ട് നെറ്റ് ഇൻകം അപ്രോച്ച് ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അതിനെ തിയറി ഓഫ് റെലവൻസ് എന്നറിയപ്പെടുന്നു. ഇത് ഡെറ്റായി ബന്ധപ്പെട്ടതുകൊണ്ട് NI അപ്രോച്ച് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. The optimum capital structure can be achieved by maximizing the debt mix in the equity. അപ്പോൾ തിയറി ഓഫ് റെലവൻസിൽ പറയുന്നത് ഇക്വിറ്റിയിൽ ഒരു ഫേമിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് മാക്സിമൈസ് ചെയ്യണം? ഡെറ്റ് മാക്സിമൈസ് ചെയ്യണം, ഡെറ്റ് മിക്സ് ഇൻ ദ ഇക്വിറ്റി മാക്സിമൈസ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അപ്രോച്ച് എന്ന് പറയുന്നത് 2 പേരായിരുന്നു, മോഡ്ഗില്യാനി ആൻഡ് മില്ലറാണ്. പിന്നെ അവിടെ ടാക്സ് ഉള്ളതും നമ്മൾ പഠിച്ചു, ടാക്സ് ഇല്ലാത്തതും പഠിച്ചു. ഓക്കെ, പിന്നെ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് 2 ഫേംസിന് 2 മാർക്കറ്റ് വാല്യുവേഷൻ ആവില്ല. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയി എന്ന് വിചാരിച്ച് മാർക്കറ്റ് വാല്യുവേഷൻ ഡിഫറെൻ്റ് ആവില്ല എന്നാണ് പറയുന്നത്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇനി എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഇതൊക്കെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടും വരും. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്? The business firms raise fund or capital for investment purpose from different sources. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനോ അല്ലെങ്കിൽ ക്യാപിറ്റലിനോ വേണ്ടിയിട്ട് ബിസിനസ് ഫേംസ് ഫണ്ടൊക്കെ റേസ് ചെയ്യും. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. യൂസ് ഓഫ് ഫിക്സഡ് ചാർജസ് sources of fund along with the equity capital to magnify the return of shareholder is called financial leverage or trading on equity. Allengilo debt capital is used on the base of equity capital to increase the return, so that financial leverage is also called trading on equity. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഒപ്പം തന്നെ ലോങ് ടേം ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഡെറ്റ് ക്യാപിറ്റലും അതായത് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും യൂസ് ചെയ്യുന്നു. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കൂടെ ഡെറ്റും പ്രിഫറൻസും യൂസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ പിന്നെ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെ കണ്ടുപിടിക്കാം, ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഈ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടും. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഡെറ്റും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും യൂസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് അഥവാ FL, ഷോർട്ട് ഫോം FL എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കി. എബിറ്റ് ഡിവൈഡഡ് ബൈ എബിറ്റ് മൈനസ് I അല്ലെങ്കിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT. എബിറ്റ് ഡിവൈഡഡ് ബൈ EBT എന്ന് ഓർത്ത് വയ്ക്കുക. എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മളോടൊരു കാര്യം പറയുന്നിട്ടുണ്ട്, വെൻ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ഈസ് ഗ്രേറ്റർ ദാൻ 1 ദർ ഈസ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്നാണ് അർത്ഥം. ഫിനാൻഷ്യൽ ലിവറേജ് എന്തായാലും നോക്കി വെക്കണം കേട്ടോ. നമുക്ക് ചെറിയൊരു പ്രോബ്ലം കൂടി നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 10,000 equity shares of 100 each and 5,000 9% debentures of 100 each. The operating profit of the company during the year is 3 lakh. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എബിറ്റ് ഡിവൈഡഡ് ബൈ EBT അല്ലെങ്കിൽ എബിറ്റ് ബൈ എബിറ്റ് മൈനസ് I. ഇവിടെ എബിറ്റ് അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 lakh എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എബിറ്റ് EBT എന്ന് പറയുന്നത് അല്ലെങ്കിൽ എബിറ്റ് മൈനസ് I എന്ന് പറയുന്നത് 3 lakhൽ നിന്ന് 45,000 കുറയ്ക്കണം.
ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയ 45,000 എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം. അതെങ്ങനെയാണ്? 5,000 ഇൻറ്റു 100ൻ്റെ 9% ആണ് ഡിബഞ്ചേഴ്സിന് വരുന്നത്, അതല്ലേ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ 45,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 2,55,000 എന്ന് EBT ലഭിക്കും. ഓക്കെ, അപ്പോൾ എബിറ്റ് എന്ന് പറയുന്നത് 3 lakh ആണ് ക്വസ്റ്റ്യനിലുണ്ട്. EBT കണ്ടുപിടിക്കാൻ വേണ്ടി എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കുറച്ചാൽ മാത്രം മതി. എന്നിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാണും? ഈ 3 lakh ഡിവൈഡഡ് ബൈ 2,55,000. അപ്പോൾ നമുക്ക് 1.17 കിട്ടി. നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ കമൻറ്റ് കണ്ടോ? ദ റിസൾട്ട് 1.17 മീൻസ് ദാറ്റ് ദ കമ്പനി ഹാസ് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെന്നാണ് അർത്ഥം. ഇതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം, ചെറിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും ജസ്റ്റ് നോക്കാം. എന്താണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്? നമുക്ക് ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇക്വേഷൻ ജസ്റ്റ് നോക്കി. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ DFL ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. Percentage change in EPS divided by percentage change in EBIT. അതായത് the degree of financial leverage is the proportion between change in operating income and change in EPS. EPSും EBITും തമ്മിലുള്ള ചേഞ്ച് ആണെന്ത്? ആ പ്രൊപ്പോർഷനെയാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ വരുന്നത് ആരായി? EPS ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് EBIT EPS അനാലിസിസ് ആണ്. ജസ്റ്റ് ഒരു ബ്രേക്ക് ഇവൻ അനാലിസിസ് നോക്കാം. EBIT EPS analysis help to locate the point where the firm can reach its financial break even. ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EBIT EPS നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്? അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ? ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് may be defined as that level of EBIT which is just significant to cover the fixed financial charges so that EPS will be equal to 0. അതായത് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് കവർ ചെയ്യുന്ന ആ ലെവലിനെയാണ്, ആ ലെവൽ ഓഫ് എബിറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ EPS എന്തായിരിക്കും? EPS 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് പോയിന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഇവൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് പോയിന്റ് എന്താ നോക്കിയേ. Indifference point refers to the EBIT level at which the EPS is same for alternative financial plans. Indifference point becomes significant when a firm has more than one alternative financial plans from which it should adopt the most suitable one. കുറേ ഫിനാൻഷ്യൽ പ്ലാൻസ് ഉള്ളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് പറയുന്നതാണ് ഇത് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് പോയിന്റിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയറിയാം, കുറച്ച് പ്ലാൻസ് ഒക്കെ വരച്ചിട്ട് അത് ചേരുന്ന സ്ഥലം, അതാണ് EPS എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഒക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. Indifference point refers to the EBIT level at which the EPS is same for alternative financial plans. Then second one, ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പോൾ നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പഠിച്ചു, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഇനി എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് നോക്കാനുള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ആദ്യം ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ദ യൂസ് ഓഫ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ടു മാഗ്നിഫൈ ദ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റിലേറ്റീവ് ടു എ ഗിവൺ ചേഞ്ച് ഇൻ സെയിൽസ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റിലേറ്റീവ് ടു എ ഗിവൺ ചേഞ്ച് ഇൻ സെയിൽസ്, അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഡെഫിനിഷൻ. ഇതാര് പറഞ്ഞതാ? EW വാക്കർ ആൻഡ് JW പെറ്റിയുടെയാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് റിലേറ്റീവ് ടു ദ ഗിവൺ ചേഞ്ച് ഇൻ സെയിൽസ്. Then operating leverage simply means the presence of fixed cost components in the total cost of a firm.
പ്രസൻസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് കമ്പോണൻറ്റ്. ടോട്ടൽ കോസ്റ്റ്, ഒരു ഫേമിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ എന്തോ ഒരു ഫിക്സഡ് കോസ്റ്റ് കമ്പോണൻസ് ഉണ്ട് എന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഓപ്പറേഷണൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് നേച്ചർ ആർ മോർ ദാൻ ദ വേരിയബിൾ നേച്ചർ ഓർ വേരിയബിൾ കോസ്റ്റ്, ദ ഫേം ഹാസ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇപ്പോൾ ഫിക്സഡ് വേരിയബിളിനേക്കാളും കൂടുതൽ ഫിക്സഡ് നേച്ചറിലുള്ള കോസ്റ്റ് ആണെങ്കിൽ നമ്മളപ്പോൾ എന്ത് പറയും? ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് മോർ ദാൻ ദ പ്രൊപ്പോർഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലാണ്, ആ പ്രൊപ്പോർഷനേക്കാളും കൂടുതലാണ് ഫിക്സഡ് കോസ്റ്റ് എങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഹൈ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഈസ് മോർ ദാൻ ദ പ്രൊപ്പോർഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഹൈ. വേരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഹൈ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് സി ബൈ എബിറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ളത് എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി ആയിരുന്നു, മാറിപ്പോകരുത്. ഫിനാൻഷ്യൽ ലിവറേജ് നിങ്ങൾ എന്തായാലും അതിൻ്റെ ആ ഇക്വേഷൻ എഴുതുക, പിന്നെ എന്ത് എഴുതി വയ്ക്കണം? അതിൻ്റെ കൂടെ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഒരു ലെക്ചർ നോട്ട് എന്ന രീതിയിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തായിരുന്നു ഫിനാൻഷ്യൽ ലിവറേജ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഒക്കെ വെയർ ചെയ്യുന്ന ഡെറ്റ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ഒരു പ്രോബ്ലം, കുഞ്ഞു പ്രോബ്ലമാണ് ഞാൻ തന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ സി ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ്. അതിൽ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി നമ്മൾ കോസ്റ്റ് പഠിച്ചതാണ്, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാനുള്ള രണ്ട് ഇക്വേഷൻ ആണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സി എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷനായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്, കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ നോക്കണം. കോൺട്രിബ്യൂഷനും മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ മിക്കവാറും ചോദിക്കാറുള്ളതാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട്. ഇനി എബിറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എബിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെങ്കിലോ സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ലെസ് ഫിക്സഡ് കോസ്റ്റ്, അല്ലെങ്കിൽ എബിറ്റ് ഈക്വൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചു കാലം എന്ത് കിട്ടും? എബിറ്റ് കിട്ടും. ഇനി എന്താ പറയുന്നത്? വെൻ കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ആണ് കൂടുതലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫേവറബിൾ ആണ്. ആൻഡ് വെൻ ഫിക്സഡ് കോസ്റ്റ് ഈസ് മോർ ദാൻ കോൺട്രിബ്യൂഷൻ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് അൺഫേവറബിൾ. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതൽ ഏതാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ, കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് ഫേവറബിൾ ആയിരിക്കും. ഇനി ബ്രേക്ക് ഇവൻ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് നമ്മൾ നേരത്തെ കോസ്റ്റിങ്ങിൽ പഠിച്ചതാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് പഠിക്കാനുള്ളത്. ഡിഗ്രി കാണാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തേതാണ് കമ്പൈൻഡ് അല്ലെങ്കിൽ കമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത്. കമ്പൈൻഡ് അല്ലെങ്കിൽ കമ്പോസിറ്റ് ഇത് ഈസിയാണ്. എന്തുകൊണ്ടാണ്? പഠിക്കാൻ ഈസിയാണ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും പ്രൊഡക്റ്റാണ് ഇത് കമ്പോസിറ്റ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് ഇൻറ്റു ഫിനാൻഷ്യൽ ചെയ്താൽ നമുക്ക് കമ്പോസിറ്റ് കിട്ടും. നോക്കിയേ, combined leverage may be defined as a percentage change in EPS for a given percentage change in the sales level. Composite level leverage equal operating leverage into financial leverage. അപ്പോൾ composite എന്ന് പറയുന്നത് operating into financial, അല്ലെങ്കിലോ C divided by EBIT എന്ന് പറയും. C divided by EBIT into EBIT divided by EBIT. C divided by EBIT എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷനും EBIT divided by EBT എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനുമാണ്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും, EBITും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C divided by EBT എന്ന് കിട്ടും. ഓക്കെ, EBTയുടെ ഫുൾ ഫോം ഏർണിങ്സ് ബിഫോർ ടാക്സ്. EBIT ആണെങ്കിലോ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്.
കേട്ടോ. അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ കമ്പോസിറ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ്. ഇനി ഇതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. നമ്മുടെ ഓപ്പറേറ്റിങ്ങിൻ്റെയും ഫിനാൻഷ്യലിൻ്റെയും ഡിഗ്രി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ DCL എന്ന് പറയുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് കിട്ടും. ഇവിടെ എബിറ്റും ക്യാൻസലായി പോകും. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 ലിവറേജ് പഠിച്ചു. 3 ലിവറേജ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കാം. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്യാപിറ്റൽ ഗിയറിംഗ്. ക്യാപിറ്റൽ സ്ട്രക്ചറായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ടോപ്പിക് എന്ന രീതിയിൽ ഓരോന്നും ചെറിയ ചെറിയ ഹെഡിങ് എടുക്കുന്നത് കേട്ടോ. The term capital gearing refers to the relationship between equity capital എന്ന് പറയല് ഇക്വിറ്റി ഷെയർ പ്ലസ് റിസർവ് ആൻഡ് ലോങ് ടേം ഡെറ്റും തമ്മിലുള്ള റിലേഷൻ. ദ ടേം ക്യാപിറ്റൽ ഗിയറിംഗ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ഡെറ്റ്. ഇക്വിറ്റി ക്യാപിറ്റലും ലോങ് ടേം ഡെറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. പിന്നെയോ ഇറ്റ് മേ ബി പ്ലാൻഡ് ഓർ ഹിസ്റ്റോറിക്കൽ. അത് പ്ലാൻഡ് ആവാം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആവാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് മീൻസ് the ratio between the various type of securities in the capital structure of the company. ഒരു കമ്പനിയിലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പലതരം സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഇക്വിറ്റി ഉണ്ടാവും, പ്രിഫറൻസ് ഉണ്ടാവും, ഡെറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റേഷ്യോയിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുക. അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റും ഇക്വിറ്റി ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോയാണ് ക്യാപിറ്റൽ ഗിയറിംഗ്. A company is said to be in high gear when it has a proportionately higher or larger issue of debentures and preference shares for raising the loan of resources. അതായത് ഒരു കമ്പനി ഹൈ ഗിയറിലാണെന്ന് പറയുവാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ആയിരിക്കും. ഡെറ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി ലോ ഗിയർ ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ഇഷ്യൂ ആയിരിക്കും കൂടുതൽ. ഇഫ് എ കമ്പനി ഈസ് ഇൻ ലോ ഗിയർ സ്റ്റാൻഡ്സ് ഫോർ എ പ്രൊപ്പോർഷനേറ്റ്ലി ലാർജ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ ഹൈ ഗിയർ എന്ന് കാണുമ്പോൾ ഇക്വിറ്റിയെ കൂടുതലെന്ന് വിചാരിക്കരുത്. ഹൈ ഗിയർ എന്ന് കാണുമ്പോൾ ഏതായിരിക്കും? പ്രിഫറൻസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിരിക്കും. ലോ ഗിയർ എന്ന് കാണുമ്പോഴാണ് ഇക്വിറ്റി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ഒരു റേഷ്യോയാണ്, ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോയാണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് പിക്കിംഗ് ഉണ്ടല്ലേ. പിക്കിങ്ങിൻ്റെ നോട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പെക്കിംഗ് എന്ന് പറയുന്നത് പെക്കിംഗ് ഓർഡർ തിയറിയാണ് കേട്ടോ. പെക്കിംഗ് ഓർഡർ തിയറി നമ്മുടെ MCOM ടെക്സ്റ്റിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ചാപ്റ്ററിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞുതരാം. Pecking order theory was first suggested by Donaldson in 1961. കേട്ടിരിക്കുക, ഞാനിത് വേറെ PDF വേറെ തരില്ല, കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ പെക്കിംഗ് ഓർഡർ തിയറി ആദ്യം സജസ്റ്റ് ചെയ്തത് ആരാണ്? 1961 ഡൊണാൾഡ്സൺ ആണ്. പെക്കിംഗ് ഓർഡർ തിയറി ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഡൊണാൾഡ്സൺ ആണ്. ആൻഡ് ഇറ്റ് വാസ് മോഡിഫൈഡ് ബൈ മൈസ് ഇൻ 1984. 1984 അത് മൈസ് MERS നാട്ടോ സ്പെല്ലിങ്, MERS അത് മോഡിഫൈ ചെയ്തു. അപ്പോൾ പെക്കിംഗ് ഓർഡർ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലൊക്കെ തന്നു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. പെക്കിംഗ് ഓർഡർ സജസ്റ്റ് ചെയ്തത് ഡൊണാൾഡ്സണും അത് മോഡിഫൈ ചെയ്തത് മൈസുമാണ്. According to Donaldson theory, a firm has well-defined order of preference for raising finance. Whenever a firm needs fund, it will rely as much as possible of internally generated fund. എന്താ പറയുന്നത്? ഒരു ഫേമിന് ഫണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ടിന്, പോസിബിൾ ആണെങ്കിൽ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ടിന് റിലേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് ദ ഇൻറ്റേർണലി ജനറേറ്റഡ് ഫണ്ട് ആർ നോട്ട് സഫീഷ്യൻറ്റ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ഇറ്റ് വിൽ മൂവ് ടു ഡെറ്റ്. ഇപ്പോൾ ഇൻറ്റേർണലി ഉള്ള ഫണ്ട് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ എവിടെ പോവാം? ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയ ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അത്രയാണ് പെക്കിംഗ് ഓർഡർ തിയറിയിൽ വരുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റലൈസേഷൻ വേറൊരു ചാപ്റ്റർ എന്ന രീതിയിലാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എന്നാലും നമ്മുടെ ടോപ്പിക്
രണ്ടാമത്തെ മൊഡ്യൂളായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ ക്യാപിറ്റലൈസേഷൻ എന്നൊരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ല അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണുള്ളത്. പക്ഷേ നമുക്ക് ക്യാപിറ്റലൈസേഷനിൽ നിന്ന് ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഫെയർ ക്യാപിറ്റലൈസേഷൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ എംപ്ലോയ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലൈസേഷൻ നമ്മൾ തിരിക്കുന്നുണ്ട്: ഫെയർ ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ആദ്യം എന്താണ് ഫെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും ഫെയർ? ഫെയറിൻ്റെ വേറെ പേരാണ് നോർമൽ ക്യാപിറ്റലൈസേഷൻ. അതായത് ഇറ്റ് ഈസ് ഡിസയർ ഓഫ് എവറി കമ്പനി ടു ഹാവ് എ ഫെയർലി ക്യാപിറ്റലൈസ്ഡ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് നൈദർ ഓവർ ക്യാപിറ്റലൈസേഷൻ നോർ അണ്ടർ. അതായത് ഓവർ ക്യാപിറ്റലൈസേഷനുമല്ല അണ്ടർ ക്യാപിറ്റലൈസേഷനുമല്ല, ആ ലെവലിനെയാണ് നമ്മൾ ഫെയർ ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ നോർമൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റേറ്റ് ഓഫ് റിട്ടേണും എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു നോർമൽ ഇതിലായിരിക്കും. ദ നോർമൽ ഏർണിംഗ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സിമിലർ ബിസിനസ് ഏൺസ് ഇൻ ദ ഇൻഡസ്ട്രി. അത് നമുക്കറിയാലോ. നോർമൽ ഏർണിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്നറിയാലോ. നോർമൽ ഏർണിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ സിമിലർ ബിസിനസ് നടത്തുന്നവർക്ക് കിട്ടുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നോർമൽ ഏർണിംഗ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറല്ല, ഫെയർ എന്ന് പറയുന്നത് ഓവറല്ല അണ്ടറും അല്ലാത്ത സിറ്റുവേഷൻ. ഇനി എന്താണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്? ദ ഏർണിംഗ് റേറ്റ് ഓഫ് ദ ഫേം ഈസ് ലെസ് ദാൻ ദ നോർമൽ ഏർണിംഗ് റേറ്റ്. It refers to that state of affairs where earnings of a company do not justify the amount of capital invested in the business. Justify ചെയ്യുന്നില്ല. ഇവിടെ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഏർണിംഗ് റേറ്റ് ഓഫ് ദ ഫേം ഈസ് ലെസ്, ഏർണിംഗ് റേറ്റ് കുറവാണ്, ദാൻ ദ നോർമൽ ഏർണിംഗ് റേറ്റ്. ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് മോർ ക്യാപിറ്റൽ ദാൻ ആക്ച്വലി റിക്വയർഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ട്. അതിനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റഡ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ്. അപ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലൊന്നും കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഓവർ ക്യാപിറ്റലൈസേഷൻ വന്നത്. അപ്പോൾ ഇത് പഠിക്കുക, ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പിന്നെ പഠിക്കേണ്ടത് ദ ഏർണിംഗ് റേറ്റ് ഓഫ് ദ ഫേം ഈസ് ലെസ് ദാൻ ദ നോർമൽ ഏർണിംഗ് റേറ്റ്. അതിനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഏർണിംഗ് റേറ്റ് എന്താണ്? കുറവാണ്. നോർമൽ ഏർണിംഗ് റേറ്റിനേക്കാളും ഏർണിംഗ് റേറ്റ് കുറവായിരിക്കും. ഇനി എന്താണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ? അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഈസ് ദ റിവേഴ്സ് ഫിനോമിനൻ ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇവിടെയോ and it occurs when a company's actual capitalization is lower than its proper capitalization എന്നാണ് കേട്ടോ ഇത്. when a company's actual capitalization is lower than its proper capitalization as warranted by its earning capacity, the term under capitalization earning capacity അത്രയേ ഉള്ളൂ. പിന്നെ the term under capitalization should never be considered synonymous with inadequate capital. എന്താണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്? ഇത് ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഫിനോമിനൻ ആണ്. ഇവിടെ കമ്പനീസ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ ലോ ആയിരിക്കും ദാൻ ഇറ്റ്സ് പ്രോപ്പറിനേക്കാളും ക്യാപിറ്റലൈസേഷൻ ലോ ആയതുകൊണ്ട് അവിടെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനിയുള്ള അടുത്ത ഹെഡിങ് ആണ് വാട്ടേഡ് സ്റ്റോക്ക്. അപ്പോൾ വാട്ടേഡ് സ്റ്റോക്ക് എന്താണെന്നുള്ളതും ഞാനിത് കൊടുത്തിട്ടില്ല, അതും മിസ്സായിട്ടുണ്ട്. അപ്പോൾ പെക്കിംഗ് ഓർഡറും വാട്ടേഡ് സ്റ്റോക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് വേണം പഠിക്കാൻ. എന്നോട് ആരും PDF അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ ചോദിച്ചിട്ട് വരരുത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം, പക്ഷേ ഞാൻ PDF അയച്ചു തരില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് വാട്ടേഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ വാട്ടേഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഇത് നമ്മുടെ MCOM ടെക്സ്റ്റിലുള്ളതാട്ടോ. MCOMൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് എന്ന ടെക്സ്റ്റിലുള്ളതാണ്. വാട്ടേഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, ഇപ്പം നമുക്ക് ബുക്ക് വാല്യൂയിലേക്കാളും കുറവാണ് ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എങ്കിൽ അതിനെ നമ്മൾ വാട്ടേഡ് സ്റ്റോക്ക് എന്ന് പറയും. എ സ്റ്റോക്ക് ഈസ് സെഡ് ടു ബി വാട്ടേഡ് വെൻ ഇറ്റ്സ് ട്രൂ വാല്യൂ ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിനേക്കാളും കുറവാണ് ഒരു സ്റ്റോക്കിൻ്റെ ട്രൂ വാല്യൂ എങ്കിൽ നമ്മൾ അതിൻ്റെ വാട്ടേഡ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും നോക്കിയേ, വെൻ ദ സ്റ്റോക്ക് ഓർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ അസറ്റ്സ് ഓഫ് ഇക്വലൻറ്റ് വാല്യൂ ഇറ്റ് ഈസ് ടേംഡ് ആസ് വാട്ടേഡ് സ്റ്റോക്ക്. അല്ലെങ്കിൽ
സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻറ്റ് വാല്യൂയിലുള്ള അസറ്റ് ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? വാട്ടേഡ് സ്റ്റോക്ക് എന്ന് പറയും. സിഗ്നിഫയിങ് പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അവിടെ ക്യാപിറ്റലിൽ വെള്ളം ചേർക്കുന്നു എന്ന ആ ഒരു പ്രതീതിയാണ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വാട്ടേഡ് സ്റ്റോക്ക് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഓവർ ട്രേഡിംഗ്. ഓവർ ട്രേഡിംഗ് എന്താണ്? അണ്ടർ ട്രേഡിംഗ് എന്താണ്? ജസ്റ്റ് ഒന്ന് നോക്കി. Over trading means a situation where a company does more business than what its finance allow. ഫിനാൻസ് എത്രയാണോ പറയുന്നത് അതിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ക്യാഷ് പൊസിഷൻ ഓഫ് ദ എൻ്റർപ്രൈസ് ആൻഡ് ഒക്കേഴ്സ് വെൻ ദ കമ്പനി എക്സ്പാൻഡ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വിത്ത് ഇൻസഫിഷ്യൻറ്റ് ക്യാഷ് റിസോഴ്സസ്. ഇപ്പോൾ ക്യാഷ് കുറവാണ് പക്ഷെ കൂടുതൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓവർ ട്രേഡിംഗ് ഗിവ് റൈസ് ടു ഇൻക്രീസ് ഇൻ സൈസ്, ഡിമിനിഷിംഗ് മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് ഫീലിംഗ് എ സെൻസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓവർ ട്രേഡിംഗ് വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ വരാനുള്ള കാരണമുണ്ടാവും. ദെൻ അണ്ടർ ട്രേഡിംഗ്. ഓവർ ട്രേഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അണ്ടർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതെ, ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഓവർ ട്രേഡിംഗ്. ഇതിൽ the funds of a company not utilized fully because of inefficient management. നല്ല മാനേജ്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് ഉള്ള ഫണ്ട്സ് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. മറ്റേടത്ത് എങ്ങനെയായിരുന്നു? മറ്റേടത്ത് ഫണ്ട്സ് ഇല്ല. അതാണ് നമുക്ക് സ്ട്രെസ്സൊക്കെ വരുന്നത്. ഇവിടെ ഫണ്ട്സ് കുറേ ഉണ്ട് പക്ഷെ നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് ഇല്ല. ടു മച്ച് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ current asset, കട്ടറല്ല current assets. Too much amount invested in current assets and too low an amount due to creditor will be the symptoms of under trading. കറണ്ട് അസറ്റിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ഏതിൻ്റെ സിംറ്റംസ് ആണ്? ഈ അണ്ടർ ട്രേഡിങ്ങിൻ്റെ സിംറ്റംസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പഠിക്കാനുള്ള. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കൂടെ ക്യാപിറ്റലൈസേഷനിലെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാര്യങ്ങളൊക്കെ മനസ്സിലാവും വിധം ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ ക്ലാസ് എല്ലാവരും ഫുള്ളായി കണ്ടു തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ബോറൊക്കെ ആയിട്ട് തോന്നിയേക്കാം. എന്നാലും ഫുള്ളായി കാണുക. ഫുള്ളായി കണ്ടതിന് ശേഷം PDF വായിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. പെട്ടെന്ന് ഓർത്തിരിക്കാനും അത് ഉപകാരപ്പെടും. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുക. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബായ്.